പരിക്കേറ്റ 195 പേർ വിവിധ ആശുപത്രികളിലെ ചികിത്സയിലാണ്. ഇവരിൽ 190 പേർ വയനാട്ടിലുണ്ട്, 5 പേർ മലപ്പുറത്തുമായി ചികിത്സ. വയനാട്ടിലെത്തിയ വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുണ്ട്. മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ, കൽപ്പന ജനറൽ ആശുപത്രിയിൽ, വൈത്തിരി താലൂക്ക് ആശുപത്രിയിലൊക്കെ ആളുകൾ ചികിത്സയിലുണ്ട്. പലരുടെയും നില, കുറച്ചാളുകളുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ്. നേരത്തെ 3 ഡോക്ടർമാരുടെ കാണാതായ ഒഡീഷ സ്വദേശികളായ 3 ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഒരു ഡോക്ടറുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഒരു ഡോക്ടർ ബോഡി കണ്ടെത്തിയെന്ന് വേറൊരു അവരുടെ സുഹൃത്തായ ഡോക്ടർ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴും കാണാതായ ഒരുപാട് പേരുടെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴും അവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ല. അനുശ്രീ, ഒരു സിയാഹൂറൻ, ഗഫൂർ, വൈഷ്ണവ, മൈമൂന, വർഷ. ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇത് ഇപ്പൊ 2 ഭാഗങ്ങളായിട്ടാണ്. അപ്പം ഈ 2 ഭാഗത്ത് നിന്ന് മറുകരയിലേക്ക് എത്താനായിട്ട് ചെറിയൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളും ഇവിടെ നിന്നും ഈ മറുകരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കല്ലും അതുപോലെ തന്നെ മണ്ണും ചെളിയും ഒക്കെ അടിഞ്ഞുകൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. ഏറെ ദുർഘടം പിടിച്ച വഴിയാണ്. അപ്പോൾ ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഏറെ പണിപ്പെട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഇവർ പോകുന്നത്. ഒരുപക്ഷെ ഈ പ്രദേശം അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ രക്ഷാപ്രവർത്തകരോട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഈ സേനാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറുകരയിൽ നമുക്ക് ഒരു ദൃശ്യം ഒരിക്കൽ കൂടി കാണാം എന്ന് വിചാരിക്കുന്നു. നേരത്തെ ആ സ്കൂബ അംഗങ്ങൾ അവർ ഇപ്പോഴും കൃത്യമായി പറഞ്ഞാൽ കരയിലേക്ക് കയറിയിട്ടില്ല. അവർ ഇപ്പോഴും ആ ചളിയിൽ അകപ്പെട്ട് നിൽക്കുക തന്നെയാണ്. അവർ കാരണം ഇപ്പം ഈ ചുമരിനോട് ചേർന്ന് അവിടെ കാണുന്നത് ഒരു ചെറിയ സ്കൂളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനോട് ചേർന്നിട്ടുള്ള ആ കര പറ്റിയാണ് ഇപ്പോൾ അവര് മറുകരയിലേക്ക് അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരിടത്തേക്ക് കയറാനുള്ള ഈ ശ്രമം നടത്തുന്നത്. കാരണം കുറെ അധികം പണിപ്പെട്ടാണ് അവർ അവിടേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന മേഖലയിലാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന മേഖലയിലാണ് ഇന്നലെ അവിടെ ഇപ്പോൾ നമുക്ക് കാണാം അവിടെ വലിയ രീതിയിൽ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. ആ മേഖലയിൽ നിന്നാണ് ഇന്നലെ മൃതദേഹങ്ങൾ കൂടുതലായിട്ട് ഏകദേശം 60ഓളം ഇന്നലത്തെ ഫയർഫോഴ്സിന്റെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത മേധാവി പറഞ്ഞതനുസരിച്ച് 60 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ആ 60 മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിച്ചത് ഈ മേഖലയിൽ നിന്നാണ്. ഈ മേഖലയിലേക്കാണ് ഇന്നലെ ഈ പാലമില്ലാത്തത് കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് രാത്രിയോടുകൂടി താൽക്കാലിക പാലം നിർമ്മിച്ച ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വിവിധ സേനാംഗങ്ങൾ അല്ലെങ്കിൽ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതുപോലെ തന്നെ വിവിധ രക്ഷാപ്രവർത്തകരൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ ഈ രക്ഷാ ദൗത്യം നടക്കുന്നത്. അവിടെ ഇപ്പോഴും സജീവമായിട്ട് നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ഹെലികോപ്റ്റർ ഈ മേഖലയിൽ വന്നിട്ടാണ് ഭക്ഷണവും അതുപോലെ തന്നെ മെഡിസിനും തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിക്ഷേപിക്കുകയും പിന്നീട് പറന്ന് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാലാവസ്ഥ ചെറിയ രീതിയിൽ മാറി തുടങ്ങുന്നുണ്ട്. ഇത്രയും സമയം കാലാവസ്ഥ ഭയങ്കര അനുകൂലമായിരുന്നു. കാരണം മഴ തീരെ തന്നെ ഉണ്ടായിരുന്നില്ല, മാറി നിന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഇടക്ക് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ ഇടയ്ക്കെപ്പോഴോ വന്നു പോയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ ചെറിയ രീതിയിൽ മാറി തുടങ്ങുന്നുണ്ട്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേഘം മേഘാവൃതമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നിലവിലുള്ള സാഹചര്യമായിരിക്കില്ല. മാത്രമല്ല ഇവിടെ ഈ ചളി അടിഞ്ഞുകൂടിയത് ഇപ്പോൾ ഈ വെയിൽ ഉദിച്ചതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഉറച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സേനാംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂബ ടീമിനോ അല്ലെങ്കിൽ ആർമിക്കൊക്കെ തന്നെ ഇവിടെ സഞ്ചരിക്കുന്നതിനും, അതായത് കുറെ കൂടി മണ്ണ് ഉറച്ചു തുടങ്ങുമ്പോൾ സഞ്ചരിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ മഴ വീണ്ടും പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല, കുറെ കൂടി ദുർഘടമാകും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. മഴ മാറി നിൽക്കുന്ന രക്ഷാദൗത്യത്തിന് ഉണ്ടാകുന്ന ആശ്വാസം ചെറുതല്ല. ഇന്നലെ ഈ സമയമൊക്കെ പെരുമഴയാണ്. പെരുമഴയത്ത് രക്ഷാദൗത്യ സംഘം കഷ്ടപ്പെടും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നത് മാത്രമല്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷാദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായ മണിക്കൂർ. അതിനിടയിൽ നിലമ്പൂരിൽ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞെന്ന വാർത്ത വരുന്നുണ്ട്. ചൂരൽമല സ്വദേശി കാക്കത്തോട് വീട്ടിൽ ഷമീർ 40 വയസ്സാണ് തിരിച്ചറിഞ്ഞത്. അതോടെ അവിടെ തിരിച്ചറിഞ്ഞവരുടെ എണ്ണം 5 ആവുന്നുണ്ട്. അതേസമയം മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നെത്തിച്ചത് 6 മൃതദേഹങ്ങളാണ്. അതിൽ 5 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അത് കാണാതായ മുണ്ടക്കൈ മഹല്ല് സെക്രട്ടറി അലി, ഇന്നലെ കാണാതായ മദ്രസയിലെ ഉസ്താദ് ഫൈസി, പിന്നെ സിനാൻ 24 വയസ്സ്, 20 വയസ്സുള്ള ഷഹീൻ, 43 വയസ്സുള്ള ലത്തീഫ് എന്നിവരാണ് തിരിച്ചറിഞ്ഞത്. 2 മൃതദേഹങ്ങൾ അവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇന്നുമായി ഏകദേശം 100 മൃതദേഹങ്ങളാണ് അവിടേക്ക് എത്തിച്ചത്. കാണാതായവരുടെ എണ്ണം അവിടെ മൊത്തത്തിൽ 200 മുകളിലേക്കാണെന്ന് പറയുന്നു. സർക്കാർ
സംവിധാനങ്ങൾ പറയുന്നത് 98 എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അല്ല എന്ന് പറയുകയാണ് ബന്ധുക്കൾ, കാണാതായവരുടെ ബന്ധുക്കൾ. ഇതായി കാണുന്നത് ചൂരൽമലയ്ക്ക് മുകളിൽ നമ്മുടെ ആമയിഴഞ്ചാൻ തോടിൽ അവിടെ സ്കൂബ സംഘം നടത്തിയ സ്കൂബ ഡൈവ് നടത്തിയ ആ ടീം തന്നെയാണ്. ആ ടീം അവിടെ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എത്രത്തോളം ആഴത്തിലുള്ള ചെളിയാണ്. അതുമാത്രമല്ല രക്ഷാപ്രവർത്തകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇതൊക്കെ ജനവാസ മേഖലകളാണ്. 400-ഓളം വീടുകളുള്ള മേഖലകളാണെന്ന് പറയുന്നുണ്ട്. എല്ലാ വീടുകളും കിണറുകളൊക്കെയുള്ള വീടാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ വീടുകളും കിണറുണ്ടാകും. അങ്ങനെ കിണർ, ടാങ്കുകൾ അല്ലെങ്കിൽ കുഴികൾ, വലിയ കുഴികൾ പോലെയുള്ള നേരത്തെ വീടുകളുള്ള സംവിധാനങ്ങളിൽ ചെളി നിറഞ്ഞ് അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയോടെ ഓരോ കാൽവെപ്പും അത്രത്തോളം സൂക്ഷ്മതയോട് മാത്രമേ സ്കൂബ സംഘത്തിന് മാത്രമല്ല NDRF ആകട്ടെ ആർക്കുമാകട്ടെ ആ മേഖലയിൽ രക്ഷാദൗത്യം നൽകുന്ന ആർക്കും കഴിയുകയുള്ളൂ. അതിനിടയിൽ വീണ്ടും ആവർത്തിച്ച ജില്ലാ ഭരണകൂടം പറയുന്നത് ദുരന്തം കാണാൻ അല്ലെങ്കിൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം കണ്ടാസ്വദിക്കാൻ അങ്ങോട്ടേക്ക് പോകരുത്, അതൊരു ടൂറിസമാക്കി ഏറ്റെടുത്ത് ആരും അങ്ങോട്ടേക്ക് പോകരുത് എന്ന് ദയവ് ചെയ്ത് ഇന്നലെ മുതൽ അഭ്യർത്ഥിക്കുകയാണ്. വാഹനവുമായി ഇറങ്ങരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാഹനവുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അനാവശ്യമായ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുന്ന രക്ഷാസംഘത്തിൻ്റെ വണ്ടിക്ക് അതൊരു തടസ്സമായിരിക്കും. ഒരുപക്ഷെ അതൊരു ജീവന് തന്നെ വിലങ്ങുതടിയാവുന്ന കാഴ്ച ഉണ്ടാകും. അത്തരത്തിൽ ഏറ്റവും സാഹസികമായി ഈ ചൂരൽമലയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ചൂരൽമലയുടെ അങ്ങേത്തലയ്ക്ക് എത്താൻ ഈ ചെളി വഴി പോകൽ ഏതാണ് അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞ സ്കൂബ സംഘം അതുവഴി പിടിച്ച് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കാണാം. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇന്ന് നോക്കലാണ് പ്രധാനം തോന്നുന്നു. പല വീടുകളും ഏതാണ്ട് ഒരു കൽക്കൂമ്പാരം മാത്രമേ ഉള്ളൂ, ചെറിയ കൽക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. പല വീടുകളല്ല, ആ മേഖലയിൽ ബഹുഭൂരിപക്ഷം വീടുകളും മുണ്ടക്കൈ മേഖലയിലെ വീടുകൾ നമ്മൾ കണ്ടു. ഒട്ടുമിക്ക എല്ലാ വീടുകളും നമ്മൾ കാണുന്ന എല്ലാ വീടുകളും പൊളിഞ്ഞ് താഴെ വീണ മട്ടിൽ കിടക്കുകയാണ്. കുറച്ച് അവിടെ ഇനി പരമാവധി 10-30 വീടുകൾ മാത്രമാണുള്ളത്. 400-ലധികം വീടുകളുള്ള ഒരു മേഖലയായിരുന്നു മുണ്ടക്കൈ. അവിടെ പൊളിയാതെ നിൽക്കുന്നത് 30ഓളം വീടുകൾ മാത്രമാണ്. ബാക്കി എല്ലാ വീടുകളും പൊളിഞ്ഞു. ആ വീടുകളിൽ അകത്തൊക്കെ ആൾക്കാരുണ്ടോ എന്നതാണ് ആശങ്ക. അതുകൊണ്ടാണ് ഈ 166, 167 എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആ മരണസംഖ്യ അതിൻ്റെ മുകളിലേക്ക് ഉയരുമോ എന്നുള്ള കാര്യം ആശങ്കയാവുന്നത്. അതായത് ഇപ്പോൾ വയനാട്ടിലെ ആ ബെയിലി പാലം നിർമ്മിക്കാനുള്ള കൂടുതൽ സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. വ്യോമസേന വിമാനത്തിലാണ് എത്തിച്ചത്. ഉപകരണങ്ങളും പാലത്തിൻ്റെ ഭാഗങ്ങളും ആദ്യഘട്ടത്തിൽ 5 ട്രക്കുകളായി വയനാട്ടിലേക്ക് പോവുകയാണ്. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന ടീം വിമാനത്താവളത്തിൽ സജ്ജമാണെന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും അവിടെ ബെയിലി പാലം പണിയുടെ ആദ്യഘട്ടം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ബാക്കി ഗർഡറുകളും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ആ പാലം പണി പൂർത്തിയാവുക എന്ന് പറയുന്നത് രക്ഷാദൗത്യം കൂടുതൽ ശക്തമാവുക എന്നുകൂടിയാണ് അർത്ഥം. കാര്യം അങ്ങോട്ടേക്ക് മണ്ണുമാന്തി യന്ത്രം പോലെയുള്ള സംവിധാനങ്ങൾ യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാൻ അത് സഹായകരമാകും ബെയിലി പാലം. എന്തായാലും ഇന്ന് നമ്മൾ കാണുന്നത് മനുഷ്യസാധ്യമായത് പരമാവധി എല്ലാ NDRF ആകട്ടെ, സൈന്യമാകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, എല്ലാവരും ചേർന്നുകൊണ്ട് കേരള പോലീസ് ആവട്ടെ, അതല്ലാതെ ആ മേഖലയിൽ എത്തിയിരിക്കുന്ന സന്നദ്ധ സംഘടനകളാകട്ടെ, എല്ലാവരും ചേർന്ന് ഒരു കൈയോടെ നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ അപൂർവമായ മാതൃക നമ്മൾ ഒരുപക്ഷെ കേരളത്തിന് മാത്രം സ്വന്തം എന്ന് പറയാൻ കഴിയുന്ന കേരളത്തിൻ്റെ അപൂർവമായ രക്ഷാദൗത്യ മാതൃക നമ്മളിപ്പോൾ അവിടെ കാണുകയാണ്. വയനാട് ഈ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ വാർഡുകളിൽ നമ്മൾ കാണുകയാണ്. 1000ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ആ വീടുകളിലൊക്കെ ഇന്നലെ അവിടുത്തെ ഒരു പ്രദേശവാസിയോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു 10,000 ആളുകളുള്ള സ്ഥലമാണത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എല്ലാ മേഖലയും കൂടി ഉൾപ്പെടുത്തിയാണോ എന്നറിയില്ല. എന്തായാലും ഒരുപാട് പേരെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകർ കാണുന്നത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ കാണുന്നത്. ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് മെഡിക്കൽ പോയിന്റ്, ഓക്സിജൻ ആംബുലൻസ് ഒരുക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമുണ്ട്. ഇത് നമ്മുടെ സ്കൂബ സംഘം ആണ്. നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിൽ നമ്മുടെ വിജയൻ അടക്കുന്ന ആ ടീമാണ്. ഈ ടീം അവരങ്ങോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ അവർ മുകളിലേക്ക് കയറുകയാണ്. അത് അത്ര എളുപ്പമല്ലെന്നല്ല, അതീവ ദുഷ്കരമാണ്. ഒരാളുടെ അത്യാവശ്യം 6 അടി പൊക്കത്തിൽ ഒരാളുടെ അരയോളം ചെളിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ചെളിയിൽ നിന്ന് അപ്പുറത്തേക്ക് എത്താൻ ആ മല, ആ ചെറിയ കുന്നുപോലെയുള്ളത് ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് കയറുന്ന അതീവ ദുഷ്കരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ മാത്രമല്ല നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അതീവ ദുഷ്കരമാണ്. നേരത്തെ നമ്മൾ കണ്ടു കുത്തൊഴുക്കിൽ ഒരു ചെറിയ പാലം അല്ലെങ്കിൽ ഈ കമ്പി കെട്ടാൻ ഏറ്റവും ശ്രമകരമായ ദൗത്യം നമ്മൾ കണ്ടതാണ്. എസ് വിജയകുമാർ കൂടി ചേരുന്നത്. വിജയകുമാർ, നമ്മൾ കാണുന്നത് അടുത്ത കാലത്ത് കേരളം കാണാത്ത ഏറ്റവും വലിയ ദുരന്തമാണ്. മാത്രം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ ദിവസം നമ്മൾ കാണുന്ന അടുത്ത കാലത്ത് കേരളം കാണാത്ത ഏറ്റവും വലിയ ഒരു രക്ഷാ ദൗത്യമാണ്, ഒരു മിഷൻ റെസ്ക്യൂ ആണ് വിജയകുമാർ നമ്മൾ കാണുന്നത്. അക്കരയിൽ നിന്ന് മൃതദേഹം ഈ റോപ്പ് വേ വഴി കൊണ്ടുവരുന്ന കാഴ്ചയ്ക്ക് ഇന്നും മാറ്റമൊന്നുമില്ല. അത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെയും കാണുന്നത്. ഇപ്പോൾ എൻ്റെ കൺമുന്നിലൂടെ ഒരു മൃതദേഹം റോപ്പ് വേയിലൂടെ കൊണ്ടുവന്ന്
ഇപ്പോഴത് ആംബുലൻസിൽ കയറ്റാൻ കൊണ്ടുപോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത്രയും അങ്ങനെ അവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഈ ചൂരൽമല മല മറ്റു ചില മേഖലകളിൽ നിന്നും മൃതദേഹം ഇവിടേക്ക് ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പുഴയുടെ അക്കരെ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങ് ദൂരെ രക്ഷാപ്രവർത്തകരുടെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ആർമിയുടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് കുറേ ദീർഘമായി ആ പുഴയുടെ ഭാഗത്തേക്ക് ഏതാണ്ട് ആ പാലത്തിൻ്റെ നിർമ്മാണം നീങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അവരത് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആർമി ഉദ്യോഗസ്ഥർ ആ പാലം നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അവരവിടെ നടത്തുന്നത്. പക്ഷേ എന്നാലും ആ പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാകുമെന്ന് കരുതാം. ആ പാലം പൂർത്തിയാവുന്നതോടുകൂടി കുറെ കൂടി രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആ പുഴയിൽ ഇപ്പോഴും ആ വോൾവോ മെഷീൻ വളരെ കാര്യമായി ജോലി ചെയ്തെടുക്കുകയാണ്. അതിൽ ഈ പാലം വരുന്ന ഭാഗത്ത് മണ്ണ് നിയന്ത്രിക്കുക, അവിടുത്തെ ഒഴുക്ക് നിയന്ത്രിക്കുക, കല്ല് വലിയ കല്ലുകൾ കൂറ്റൻ പാറക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഇതിനോടകം അവിടെ നിന്ന് കുറേ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാലം എത്തുന്ന ഭാഗത്ത് ഒരു ബലം ഉറപ്പിക്കുന്നതിനിടെ കുറേ മണ്ണിട്ട് അത് നിലമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മറുഭാഗത്ത് ഈ റോപ്പ് വഴിയുള്ള ആളുകളെ എത്തിക്കുക. ഇപ്പോൾ അത് മിക്കവാറും ഈ പറയുന്നത് പോലെ ജീവൻ നഷ്ടപ്പെട്ടവരെയാണ് അങ്ങനെ എത്തിക്കുന്നതെന്ന് വേണം കരുതാൻ. നേരത്തെ ആ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ അവിടെ ക്ഷീണിതരായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ ആർമിയുടെ പ്രത്യേക പാലത്തിലൂടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. ആർമി താൽക്കാലികമായി ഉണ്ടാക്കിയ പാലം ഇന്ന് രാവിലെ മുതൽ കൂടുതൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതിലെയാണ് രക്ഷാപ്രവർത്തകരും ഒപ്പം അപ്പടെ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റൊക്കെ ഉണ്ടായിരുന്നവരെയും കൊണ്ടുപോകുന്നത്. അങ്ങ് ദൂരെ ഒരു ജീപ്പ് കൂടി മുണ്ടക്കൈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ആരെങ്കിലും ഉണ്ടോ, ജീവനുള്ളവരുണ്ടോ എന്നൊന്നും അറിയില്ല. അത് ഇവിടേക്ക് കടന്നു വരാൻ വേണ്ടി വഴിയൊരുക്കുന്നത് ദൂര ദൃശ്യങ്ങളിൽ എനിക്ക് കാണാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പാല നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. അങ്ങ് ദൂരെ ആ ഭാഗത്ത് രക്ഷാപ്രവർത്തകർ ആ റോഡിലൂടെ, ആ പൊളിഞ്ഞ റോഡിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഇങ്ങനെ വരികയും താഴേക്ക് എത്തുകയും തിരികെ പോവുകയും ചെയ്യും. മെഡിക്കൽ സംഘം ഇതിനോടകം ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ചികിത്സ നൽകിയിട്ട് അവരെ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ മെഡിക്കൽ സംഘങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട്. എല്ലാ ഏജൻസികളും നമ്മൾ കാണുമ്പോൾ ആർമിയുണ്ട്, നേവിയുണ്ട്, അതുപോലെ തന്നെ NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, നാട്ടുകാരടങ്ങുന്ന ഈ സന്നദ്ധ പ്രവർത്തകരുണ്ട്, രക്ഷാപ്രവർത്തനത്തിൽ പരിചയസമ്പന്നരായ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാ ഏജൻസികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടക്കുന്ന വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ കാണും. നമ്മൾ ഈ ദൗത്യ മേഖലയിൽ ഇവിടെ മാത്രമല്ല, ഇതിനോടകം പല ഭാഗങ്ങളിലേക്ക് കയറിപ്പോയിരുന്നു. അവിടെ എല്ലായിടത്തും കാണുന്നത് ഒരേ ദൃശ്യങ്ങൾ തന്നെയാണ്, ഒരേ കാഴ്ചകൾ തന്നെയാണ്. ആളുകൾ ഇങ്ങനെ അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടോ, ജീവൻ്റെ അംശമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടോ, വലിയ പാറക്കൂട്ടങ്ങളൊക്കെ മാറ്റി ആ പരിശോധന നടത്തുന്നു. അങ്ങനെ അത്തരം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഈ റോപ്പേയിലേക്ക് ആരെയോ കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു. അവിടെ തയ്യാറെടുക്കുന്നുണ്ട്. ഒരുപക്ഷേ നിശ്ചല ശരീരങ്ങളായിരിക്കാം അതിലെ. കണ്ണൂർ എയർപോർട്ടിൽ എത്ര ആളുകളെ ഇതിനോടകം കണ്ടെത്തി വ്യോമസേന വിമാനം ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ വയനാട്ടിലെ ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയ വ്യോമസേനാ വിമാനമാണ് എന്നാണ് തോന്നുന്നത്. ഉപകരണങ്ങളും പാലത്തിൻ്റെ ഭാഗങ്ങളുമായി ആദ്യഘട്ടത്തിൽ 5 ട്രക്കുകളെ വയനാട്ടിലേക്ക് പോവുകയാണ്. കൂടുതൽ എയർഫോഴ്സ് സഹായം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്ത്യൻ വായുസേനയുടെ കൂടുതൽ സഹായം എത്തുകയാണ്. കണ്ണൂർ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവിടെ MI-17 ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എയർലിഫ്റ്റ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മൾ കണ്ടിരുന്നു. കൂടുതൽ സഹായം ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ്. നേരത്തെ തന്നെ എയർലിഫ്റ്റിങ്ങിന് കൂടുതൽ വിമാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നടക്കുന്നത് ഈ പറഞ്ഞ ബെയിലി പാലം, അതിൻ്റെ നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ട പണി അവിടെ പൂർത്തിയാകുന്നുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് നീങ്ങുന്ന അവിടെ ചേർത്ത് വെക്കാനുള്ള ഗർഡറുകളുമായാണ് നമ്മുടെ അവിടെ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഈ പറയുന്ന സാമഗ്രികൾ എത്തിച്ചത്. അല്പസമയത്തിനകം അത് വയനാട്ടിലേക്ക് എത്തുകയാണ്. കുതിച്ചങ്ങോട്ടേക്ക് എത്തുകയാണ്. അത് ആ പാലം പൂർത്തിയാക്കിയാൽ ഒരുപാട് സഹായകരമാകും ആ രക്ഷാദൗത്യത്തിന്. ഇനിയിപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് അതിപ്രധാനം. നമ്മൾ കണ്ടു നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ആ മുണ്ടക്കൈ മേഖലകളിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ മണ്ണിൻ്റെ പുറത്ത് കാണാൻ കഴിയുന്ന, വീടുകൾ കാണാൻ കഴിയുന്ന ഈ പറഞ്ഞ ആളുകളെയൊക്കെ പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ജീവനോടെയോ അല്ലാതെയോ അവിടെ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നു. പ്രാണൻ്റെ ബാക്കിയുണ്ടോ എന്ന് അവിടെ അതിശക്തമായി തിരയുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യം മണ്ണടിയിലുള്ള പരിശോധനയാണ്. മണ്ണിനടിയിലുള്ള പരിശോധനയ്ക്ക് ഈ സംവിധാനങ്ങൾ പോരാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ മേഖലയിൽ എങ്ങും കരൾ പിളർക്കുന്ന കാഴ്ചകൾ രക്ഷാപ്രവർത്തകർക്കൊപ്പം നമ്മളും കാണുകയാണ്. കേരളം ഒന്ന് കാണുകയാണ്. കൂട്ടൻ പടുകൂറ്റിൻ പാറക്കല്ലുകൾക്കിടയിൽ, കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ, ആഴത്തിൽ മുങ്ങിയ ചെളിക്കിടയിലൊക്കെ
ഒരുപാട് ദുഷ്കരമായ രക്ഷാപ്രവർത്തനം അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നമ്മൾ നേരത്തെ ചൂരൽമലയിൽ ആമയിഴഞ്ഞ തോട്ടിൽ നിന്ന് പോയ സ്കൂബ സംഘം അരയ്ക്കൊപ്പം ആ ചെളിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരൊറ്റ കാൽവെപ്പ് പോലും മുന്നോട്ടേക്ക് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. നേരത്തെ മുണ്ടക്കയിൽ നിൽക്കുമ്പോൾ തകർന്നടിഞ്ഞ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി, 3 പേരുടെ മൃതദേഹങ്ങളുണ്ട് എന്നൊരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞത് കേട്ടു. പക്ഷേ അവർക്ക് നിസ്സഹായമായി നിൽക്കാനേ കഴിയുന്നുള്ളൂ. കാര്യം ഈ പറഞ്ഞ വീടിൻ്റെ ഭാഗമടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് അവർക്ക് മുകളിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ ഈ സംവിധാനങ്ങൾ പോലായി കോൺക്രീറ്റ് കട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് കട്ടർ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നു എന്നാണ് തോന്നുന്നത്. ഭീമൻ കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ച് മൃതദേഹങ്ങൾ എടുക്കുക എന്നുള്ളത് ആ വീട്ടിലെ മാത്രം പ്രശ്നമല്ല, അവിടെ പല വീട്ടുകളിലെ പ്രശ്നമാണ്. അതിനുവേണ്ടി ആദ്യമേ വടംകെട്ടി സ്ലാബുകൾ നീക്കാനുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടായി.